നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പൂർത്തിയായി. വിധി പ്രഖ്യാപനം വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. വർഷങ്ങളോളം നീണ്ടുനിന്ന നിയമപോരാട്ടമായിരുന്നു അതിജീവിതയുടേത്. കേസ് വീണ്ടും ചർച്ചാ വിഷയമായതോടെ ദിലീപിന്റെ ഭാവിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ. കേസിൽ നടൻ 8ാം പ്രതിയാണ്. വിധി വന്നു കഴിയുമ്പോൾ ഒന്നുകിൽ നടന്റെ ഉയർത്തെഴുന്നേൽപ്പോ അല്ലെങ്കിൽ സിനിമാ ജീവിതമടക്കം കൂടുതൽ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. കേസിൽ ആരോപണ വിധേയനായ ശേഷം ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം ഭൂരിഭാഗം സമയവും കോടതി വരാന്തകൾ കയറിയിറങ്ങിയാണ് നടൻ ചിലവഴിക്കുന്നത്. സിനിമ പോലും മറന്നുപോകുന്ന ഘട്ടങ്ങൾ ഉണ്ടായതായി ദിലീപ് തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന കുറച്ചു ശതമാനം ആളുകളും കേരളത്തിലുണ്ട്. കേസും പ്രശ്നങ്ങളും തീർക്കാൻ ആർക്കും താല്പര്യമില്ലെന്നത് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുള്ളതായും നടൻ പറഞ്ഞിട്ടുണ്ട്. മഞ്ജുവുമായി ജീവിതം ആരംഭിച്ച് സിനിമയിൽ പച്ച പിടിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ദിലീപിന് ചുറ്റും ശത്രുക്കളും പെരുകിയിരുന്നു. സിനിമാക്കാരൻ എന്നതിലുപരി സിനിമയിലെ ബിസിനസ് വ്യക്തമായി മനസ്സിലാക്കിയ താരം കൂടിയാണ് ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ താരങ്ങൾ പോലും മടിച്ചു നിന്നപ്പോൾ ദിലീപ് ധൈര്യസമേതം മുന്നോട്ട് വന്ന് 2020 നിർമ്മിച്ച് വൻ വിജയമാക്കി തീർത്തത്. തന്റെ ആദ്യ വിവാഹബന്ധം തകർന്നതിൽ പോലും പലർക്കും പങ്കുള്ളതായി നടൻ മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. 1998 ഞാൻ കല്യാണം കഴിച്ചത്. അത് പെട്ടെന്നുള്ള ഒരു കല്യാണമായിരുന്നു. സത്യം പറഞ്ഞാൽ 3-4 വർഷം മുമ്പ് വരെ വളരെ സന്തോഷകരമായ ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ അതിനിടയിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് എന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്നതിന്റെ വിശദമായ കാര്യങ്ങളെല്ലാം 2013 ജൂൺ 5 ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഉണ്ടായിരുന്നു. ഡിവോഴ്സ് പെറ്റീഷൻ എന്നല്ല അതിനെ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ എന്റെ കുടുംബചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പ്രതികളുണ്ട്, കക്ഷികളുണ്ട്, സാക്ഷികളുണ്ട്, 100% വിശ്വസിക്കാവുന്ന തെളിവുകൾ അടക്കമാണ് കോടതിയിൽ പെറ്റീഷൻ വെച്ചത്. അതിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രമുഖർ. പ്രമുഖർ ഒരുപാട് പേരുണ്ട്. ആ പ്രമുഖർക്ക് ഇമേജ് എന്ന് പറയുന്ന വലിയൊരു വിഷയമുണ്ട്. അതിനെയെല്ലാം ഞാൻ മാനിക്കുന്നത് കൊണ്ട് അവരുടെ നല്ല മുഖങ്ങളൊന്നും പുറത്തു വരാതിരിക്കാൻ ഞാൻ തന്നെയാണ് രഹസ്യ വിചാരണ എന്ന വിഷയം കൂടി ഡിവോഴ്സ് പെറ്റീഷനൊപ്പം വെച്ചത് എന്നാണ് ദിലീപ് പറഞ്ഞത്. തന്റെ പേരിലുണ്ടായിരുന്ന ദിലീപിന്റെ സ്വത്തുവകകൾ എല്ലാം തിരികെ നൽകിയ ശേഷമാണ് മഞ്ജു വിവാഹബന്ധം വേർപ്പെടുത്തിയത്. ജീവനാംശമായി ഒന്നും കൈപ്പറ്റിയതുമില്ല. മകളുടെ സംരക്ഷണം ദിലീപിനാണെന്നറിഞ്ഞപ്പോൾ ജനപിന്തുണ നടനൊപ്പമായിരുന്നു. അത് മാറിമറിഞ്ഞത് കാവ്യമാധവനുമായുള്ള നടന്റെ വിവാഹം 2016 നടന്ന ശേഷമാണ്. കാവ്യയെ ജീവിതത്തിലേക്ക് ദിലീപ് കൂട്ടിയില്ലായിരുന്നുവെങ്കിൽ പ്രേക്ഷകർക്ക് നടനെക്കുറിച്ചുള്ള അഭിപ്രായം തന്നെ മാറിമറിഞ്ഞനെയെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. കാവ്യയെ സ്വന്തമാക്കാൻ വേണ്ടി ദിലീപ് മനഃപൂർവ്വം കഥകൾ മെനഞ്ഞു മഞ്ജു വാര്യരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് നടനെതിരെ ഏറ്റവും കൂടുതൽ പ്രചരിച്ചിട്ടുള്ള ആരോപണം. എന്നാൽ വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് ഇന്നേവരെയും മഞ്ജു എവിടെയും തുറന്നു സംസാരിച്ചിട്ടില്ല.